നമ്മൾ ഇനിയും പോകും. വലിയൊരു റോഡ് ട്രിപ്പാണ് ഉണ്ടാവും. 2 ദിവസം കൊണ്ട് ഒപ്പിച്ചെടുക്കും. ഒരാഴ്ചത്തെ ട്രിപ്പ് അങ്ങനെ. ഇപ്പോൾ വീഡിയോ ഇടാനായിട്ട് ഭയങ്കര മടിയായിരുന്നു കേട്ടോ. സ്പ്രിങ്ങിൻ്റെ വെക്കേഷനാണ് ഇപ്പോൾ. പിന്നെ വീഡിയോക്ക് ലൈക്ക് കൊടുക്കാൻ മറന്നു പോകരുതേ. തണുപ്പൊക്കെ കുറഞ്ഞു വരുന്നുണ്ട് കേട്ടോ. നല്ലതാണോ? മസാല ടീ ആണ്. അപ്പോൾ ഗൈസ് ഡേ ഞാൻ തുറന്ന് കഴിക്കാൻ പോവുകയാണ്. ഒരു കാടിൻ്റെ സൈഡിലായിട്ടാണ് ഉണ്ടാറ്. നമ്മൾ ഇതിനു മുമ്പ് ഒരുപാട് തവണ കഴിച്ചിട്ടുണ്ട്. ഈ വീട്ടിലാണ് നമ്മൾ ഇന്ന് താമസിക്കുന്നത്. കണ്ട ഓപ്പൺ കിച്ചൺ അല്ല അല്ലേ? ഇനി നമുക്ക് മുകളിൽ പോവാം. കുത്തനുള്ള സ്റ്റെപ്പ്. ഇതാണ് ഫസ്റ്റ് ബെഡ്റൂം. രണ്ടാമത്തെ റൂം. എല്ലാം അടിപൊളിയാണ്. നമുക്ക് വേണമെങ്കിൽ കുക്കിംഗ് ഒക്കെ ചെയ്യാം. TV ആണോ കാണും. ഇവിടെയും ഒരു മനുഷ്യൻ ഫ്രണ്ടിൽ ലൈറ്റ് ഒന്നും ഇടൂലെന്ന് തോന്നണം. ഒന്നും കൂടി ഒന്ന് വീടൊക്കെ കാണിച്ചു തരാം. ഹലോ, നമസ്കാരം. 2024 ക്രിസ്മസ് വെക്കേഷനാണ് നമ്മൾ ആദ്യമായിട്ട് ഫ്ലോറിഡയിൽ പോണത്. അന്ന് നമ്മൾ യൂണിവേഴ്സൽ സ്റ്റുഡിയോ, അലിഗേറ്ററിൻ്റെ പാർക്ക്, അങ്ങനെ ഒരുപാട് കാഴ്ചകളൊക്കെ കണ്ട് ഒരു 3 ദിവസം അവിടെ തങ്ങിയിട്ടുണ്ടായിരുന്നു. അന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ വീണ്ടും ഇവിടെ വരും, ഇനിയുണ്ട് ഇവിടെ ഒരുപാട് കാഴ്ചകളെന്ന്. അപ്പോൾ നമ്മൾ അത് യാഥാർത്ഥ്യമാക്കാൻ വേണ്ടി നമ്മൾ വീണ്ടും ഫ്ലോറിഡയിലേക്ക് യാത്ര ചെയ്യുകയാണ്. ഒരാഴ്ചത്തെ ട്രിപ്പാണ് കേട്ടോ. വലിയൊരു റോഡ് ട്രിപ്പാണ് നമ്മൾ പോകാൻ പോണത്. അപ്പോൾ ഇവിടെ സ്പ്രിങ് ആണ്, പിള്ളേർക്കൊക്കെ അവധിയാണ്. ഫുള്ള് ഇവിടെ ഒരു വെക്കേഷൻ മൂഡിലാണ്. 10 ദിവസത്തെ അവധിയാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു യാത്ര പോണത്. അപ്പോൾ നമുക്ക് അന്ന് കാണാത്ത കാഴ്ചകളൊക്കെ നമുക്കിന്ന് ഫ്ലോറിഡയിൽ പോയിട്ട് കാണാം. പിന്നെ മാത്രമല്ല, ഇതിൻ്റെ യാത്രയുടെ പ്രധാന ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, നമുക്ക് കുറച്ച് ഫ്രണ്ട്സിൻ്റെ വീടുകളിലൊക്കെ പോകാനുണ്ട് കേട്ടോ. കുറേ നാളായി അവരൊക്കെ വിളിക്കണത്, വായോ 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 എന്നും പറഞ്ഞ്. നമുക്കാണെങ്കിൽ അങ്ങനെ ടൈമും കിട്ടിയിട്ടില്ല. പിന്നെ ഭയങ്കര ദൂരവും കൂടുതലാണല്ലോ. അപ്പോൾ ഇത്തവണ വിചാരിച്ച ഏതായാലും വെക്കേഷനല്ലേ, അപ്പോൾ നമുക്ക് ഫ്രണ്ട്സിൻ്റെ വീടുകളിലും പോവാം. ആ വഴി ഫ്ലോറിഡയും കൂടിയൊക്കെ ഒന്ന് കറങ്ങിയിട്ട് വരാലോ എന്ന് വിചാരിച്ച്. അതാണ് നമ്മുടെ യാത്രയുടെ പ്രധാന ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ എന്തായാലും നമുക്ക് പോകാം. ഒരുപാട് കാഴ്ചകളൊക്കെ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. എന്താ പറയുക, 6 ദിവസത്തെ യാത്രയാണ്. എത്ര വീഡിയോ ആയിട്ട് ചെയ്യാൻ പറ്റുമെന്നൊന്നും എനിക്കറിയില്ല. എന്തായാലും നിങ്ങളധികം ബോറടിപ്പിക്കാത്ത രീതിയിൽ ഞാൻ ചെയ്യാൻ ശ്രമിക്കാം. എല്ലാവരുടെയും സപ്പോർട്ടൊക്കെ വേണം, എല്ലാവരും കാണണം. അപ്പോൾ അങ്ങോട്ട് 2 ദിവസത്തെ യാത്രയാണ്. ന്യൂജേഴ്സിയിൽ നിന്ന് 2 ദിവസം കൊണ്ടൊക്കെ എത്തോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. 3 ദിവസമൊക്കെ എടുക്കുമെങ്കിലും നമ്മൾ 2 ദിവസം കൊണ്ട് ഒപ്പിക്കും. അവിടെ എത്തണ്ടേ, എത്രയും പെട്ടെന്ന് എത്താമല്ലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ അങ്ങോട്ട് 2 ദിവസത്തെ യാത്ര, ഇങ്ങോട്ട് 2 ദിവസത്തെ യാത്ര, പിന്നെ അവിടെ 2 ദിവസം നിൽക്കണമല്ലോ. അങ്ങനെയാണ് ഒരാഴ്ചത്തെ ട്രിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എന്തായാലും വലിയൊരു റോഡ് ട്രിപ്പ് തന്നെയാണ്. ഹൈവേയിലൂടെ ആയിരിക്കും പോവുക. എങ്ങനെയാണ് എനിക്കറിയില്ല കേട്ടോ. എന്തായാലും നമുക്ക് നോക്കാം. നോമ്പും പെരുന്നാളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ടേ വീഡിയോ എടുക്കാനൊക്കെ ഭയങ്കര ബോറിംഗ് ആയിരുന്നു, ഭയങ്കര മടി. അപ്പോൾ വീഡിയോ ഇട്ടില്ലെങ്കിലും പിന്നെ ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ അത് കാരണം ഞാനിങ്ങനെ നോക്കിയപ്പോഴാണ് നമ്മുടെ പെൻസിൽ വാലിയയിൽ പോയ ട്രിപ്പിൻ്റെ ഒരു വീഡിയോ കിടപ്പുണ്ടായിരുന്നു. അതാണ് ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ അപ്ലോഡ് ചെയ്തത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നമ്മളവിടെ ഒരു വീട്ടിൽ പോയി താമസിച്ചതും ക്യാമ്പ് ഫയർ നടത്തിയത്, ഗ്രില്ല് ചെയ്തതൊക്കെ അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുള്ളൊരു വീഡിയോയാണത്. നല്ല അടിപൊളി സ്ഥലമാണ്. എൻ്റെ പൊന്നെ, ഞാൻ അമേരിക്കയിൽ റോഡ് ട്രിപ്പ് നടത്തിയിട്ട് ഇത്രയും അടിപൊളി ഒരു പ്ലേസിൽ കൂടി കണ്ടിട്ടുണ്ടോ, പോയിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ അതേ ഉത്തരം പറയൂട്ടോ. അത്രയ്ക്ക് അടിപൊളി സ്ഥലമാണ്. ഇവിടെ ആരെങ്കിലും ഈ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് പോയി നോക്കാട്ടോ. പക്ഷെ അവിടെ മാത്രമല്ല കേട്ടോ, ഒരുപാടുണ്ട് അതേമാതിരത്തെ സ്ഥലങ്ങൾ. അത് ഞാൻ പോയത് കൊണ്ട് അതിനിത്തിരി പൊക്കി പറഞ്ഞെന്നുള്ളൂ. ഇങ്ങനത്തെ ഒരുപാട് സ്ഥലങ്ങളുണ്ട് കേട്ടോ ഇവിടെ. പെൻസിൽ വാലിയയിൽ അങ്ങനെ ഒരുപാട് ഇങ്ങനെ വീടുകളുണ്ട് ഉള്ളേരിയയിലൊക്കെ ആയിട്ട്. അടിപൊളിയായിരിക്കും. പ്രത്യേകിച്ച് ഈ ആംബിഷ് വില്ലേജൊക്കെ ഇല്ലേ, അവിടെയൊക്കെ പോയാൽ ഇതേമാതിരി കണ്ടാ ഈ കൃഷിത്തോട്ടങ്ങളുടെ ഇടയിലൊക്കെ നമുക്ക് താമസിക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ വഴി മാറിപ്പോയി നമ്മുടെ സംസാരം. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ വീഡിയോ ഇട്ടതാണ് കേട്ടോ. അത് നമ്മളൊരു സമ്മർ ടൈമിൽ പോയിട്ടുള്ളൊരു വീഡിയോയാണ്. ഇവിടെ സമ്മർ ഇങ്ങനെ ആയി വരുന്നേ ഉള്ളൂ. ഇപ്പോൾ സ്പ്രിങ് ആണ്, കണ്ടില്ലേ, ഇലകളൊന്നും അങ്ങനെ വന്നിട്ടില്ല, ആയി വന്നേ ഉള്ളൂ. അപ്പോൾ എന്തായാലും നമുക്ക് പോകാം. ഇന്നിപ്പോൾ ഇവിടെ വലിയ തണുപ്പും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. ഇനിയിപ്പോൾ അങ്ങോട്ട് യാത്ര പോകും തോറും തണുപ്പൊക്കെ കുറഞ്ഞു വരും. ഫ്ലോറിഡയിൽ അങ്ങനെ വലിയ തണുപ്പൊന്നുമില്ല. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാമല്ലേ, ബാക്കിയുള്ള കാഴ്ചകളൊക്കെ നമുക്ക് വഴിയെ കാണാം. പിന്നെ ഫുഡിൻ്റെ കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇത്തവണ അങ്ങനെ ഒരുപാട് ഫുഡുകളൊന്നും അങ്ങനെ ഉണ്ടാക്കണില്ല കേട്ടോ. അതായത് ബ്രേക്ക്ഫാസ്റ്റ് അങ്ങനെയാണല്ലോ, നമ്മുടെ യാത്രാ വീഡിയോ കാണുന്നവർക്ക് അറിയാം. നമ്മൾ ഫ്രോസനൊക്കെ വാങ്ങിക്കൊണ്ടുപോയി ഉണ്ടാക്കാറുണ്ട്.
നമ്മൾ ഇത്തവണയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ ഹോട്ടൽ റൂമൊക്കെയാണ് എടുത്തേക്കണതേ. കാരണം ഭയങ്കര തിക്കും തിരക്കായിരിക്കും. പിന്നെ ഇതൊക്കെ ഉണ്ടാക്കിയൊക്കെ കഴിച്ച് വരുമ്പോൾ സമയം പോകുമല്ലോ. അപ്പോൾ ഹോട്ടൽ റൂമാകുമ്പോൾ ഓൾറെഡി ബ്രേക്ക്ഫാസ്റ്റ് അവിടെ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് പിന്നെ അതിനു വേണ്ടി സമയം കളയണ്ടല്ലോ എന്ന് വിചാരിച്ചു. എന്നാലും 1-2 ഐറ്റംസ് നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ പറഞ്ഞ മാതിരി എന്തെങ്കിലും ഒരു എമർജൻസി ഘട്ടം വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഫുഡ് വേണ്ടേ, അപ്പോൾ അതുകൊണ്ട് അങ്ങനെ എടുത്തിട്ടുണ്ട്. പിന്നെ ഞാനിപ്പോൾ രാവിലെ തന്നെ എഴുന്നേറ്റ് കുറച്ച് കട്ട്ലേറ്റ് ഉന്നക്കായൊക്കെ ഉണ്ടാക്കി, ചിക്കൻ ഫ്രൈ ചെയ്തു, പിന്നെ കുറച്ച് അവൽ മറ്റേ ശർക്കരയും തേങ്ങയൊക്കെ ഇട്ട് അതൊക്കെ റെഡിയാക്കി എടുത്ത്. അപ്പോൾ അതൊക്കെ നമുക്ക് വണ്ടിയിലിരുന്ന് കഴിക്കാമല്ലോ. പിന്നെ കുറച്ച് ഫ്രൂട്ട്സ്, പഴം അതൊക്കെ എടുത്ത് വണ്ടിയിലാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം. ബാക്കിയുള്ള വിശേഷമൊക്കെ ഇനി പോണ വഴിക്ക് കാണട്ടെ. നേരം വഴുകി, എല്ലാവരും വണ്ടി കയറി ഇരിക്കുകയാണ്. രാവിലെ നേരത്തെ ഇറങ്ങണമെന്നൊക്കെ വിചാരിച്ചു, പക്ഷെ ഒരുങ്ങി പിടിച്ച് ഇറങ്ങി വന്നപ്പോൾ ഈ ഒരു നേരമായിട്ടുണ്ട്. എത്ര സമയമായി? 9 മണിയായി. ഒരു 8 മണിക്കെങ്കിലും ഇറങ്ങണമെന്നൊക്കെ വിചാരിച്ചു. എന്തായാലും 1 മണിക്കൂർ ലേറ്റായിട്ടുണ്ട്. എന്തായാലും കുഴപ്പമില്ല അല്ലേ, പോവാം. അവിടെ എത്തുമ്പോൾ ഒരുപാട് ലേറ്റ് ആവുന്നേ രാത്രി. അതാണ് ഈ ധൃതി പിടിക്കുന്നത്. അയ്യോ, പോണ വഴിക്കാണ്ടോ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കണത്. പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഇന്ത്യൻ റെസ്റ്റോറൻ്റൊക്കെ ഓപ്പൺ ആവണത് ഒരു 11 മണിയൊക്കെ ആവും. അപ്പോൾ അത് കാരണം റെസ്റ്റോറൻറ്റ് കിട്ടാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. പക്ഷേ എങ്കിലും നമ്മൾ കഴിഞ്ഞ തവണ നോർത്ത് കരോലിന പോയപ്പോൾ ഒരു ദോശക്കട രാവിലെ തന്നെ ഓപ്പൺ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇത്തിരി റൂട്ട് മാറ്റിയിട്ട് ആ ഒരു റെസ്റ്റോറൻറ്റിലേക്കാണ്ടോ പോണത്. ദേ നോക്കിക്കണ്ടേ, പൂവൊക്കെ ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട് മക്കളെ, അടിപൊളി. അപ്പോൾ നമ്മൾ ന്യൂജേഴ്സിയിൽ നിന്ന് കുറച്ച് ഇങ്ങോട്ട് നീങ്ങിയിട്ട് ഒരു പ്രിൻസ്റ്റൺ എന്ന് പറഞ്ഞ ഭാഗത്താണ് ഇപ്പോൾ വന്നേക്കണം. ഇവിടെ കുറേ കോളേജുകളൊക്കെ ഉണ്ട്, ഹോസ്റ്റലൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു റെസ്റ്റോറൻറ്റ് ഇത്തിരി നേരത്തെ തന്നെ ഓപ്പൺ ആയേക്കണത്. അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 11 മണിയൊക്കെ കഴിയും. ഇതിപ്പോൾ 9 മണിക്ക് തന്നെ ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് കഴിഞ്ഞ തവണത്തെ പോലെ തന്നെ ദോശയൊക്കെയാണ് ഓർഡർ ചെയ്തത്. ഇവിടെ വെറൈറ്റികളായിട്ടുള്ള ദോശ, ഇഡലിയൊക്കെയാണ് ഉള്ളത്. അപ്പോൾ അതേ ദോശ, പിന്നെ അതുപോലെ സാമ്പാർ, 2 ടൈപ്പ് ചട്നിയൊക്കെയാണ്. അപ്പോൾ ഞങ്ങൾ 2 ടൈപ്പ് ദോശയിൽ ഇത് കണ്ടില്ലേ, ഇത് ചിക്കൻ കീമ ദോശയാണ്, പിന്നെ മറ്റേത് മസാല ദോശ, അങ്ങനെയാണ് ഓർഡർ ചെയ്തത്. പിന്നെ അതേ ചായ, മസാല ടീ ആണ്. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കഴിഞ്ഞപ്പോൾ അതേ പാനിപൂരി കണ്ടായിരുന്നു. പിന്നെ അതും കൂടി കഴിക്കാമെന്ന് വിചാരിച്ച്. ഞാൻ തുറന്ന് കഴിക്കാൻ പോവുകയാണ്. കുഴപ്പമില്ല ഗൈസ്, നമ്മളങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞു. ഇനി നമ്മുടെ യാത്ര തുടരാം. ദോശ ആയതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, അടിപൊളിയായിരുന്നു. പക്ഷേ ചട്നി അത്ര പോരായിരുന്നു. എന്തായാലും പാനിപ്പൂരി ഞാൻ കഴിച്ചു. രാവിലെ തന്നെ പാനിപ്പൂരി കഴിക്കണോ എന്നൊക്കെ ഇവർ ചോദിച്ചാണ്, പക്ഷേ ഞാൻ കഴിച്ച്. ഇപ്പോൾ ഇവിടെ വിട്ട് കഴിഞ്ഞാൽ പിന്നെ ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് നോക്കണം. ഇന്ന റെസ്റ്റോറൻറ്റിലല്ലേ പാനിപ്പൂരി കിട്ടുള്ളൂ. അപ്പോൾ എന്തായാലും കഴിച്ച് ഇപ്പം നമുക്ക് യാത്ര തുടരാം. നമ്മൾ ഈ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ടേ നമ്മുടെ റൂട്ട് മാറ്റി കുറേ ഇങ്ങോട്ട് ഉള്ളിലേക്ക് പോന്നിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, പ്രിൻസ്റ്റൺ എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മൾ വന്നേക്കണേ. കാണാനൊക്കെ കോളേജുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഓരോരോ ബിൽഡിങ്ങുകളൊക്കെ ഉണ്ടോ. നല്ല ഭംഗിയുണ്ട് ഈ ഏരിയ കാണാനായിട്ട്. ഞാൻ മുമ്പൊക്കെ വീഡിയോകളിലൊക്കെ കാണിച്ച് തന്നിട്ടുണ്ട്. അപ്പോൾ അതേ നമ്മുടെ യാത്ര മുന്നോട്ട് പോവുകയാണ്. ഹൈവേയിലൂടെയാണ് യാത്ര. ഫുള്ള് ഇങ്ങനെ ഉണങ്ങി ആകെ ഇരിക്കണ മരങ്ങളൊക്കെ ഉണ്ടോ നമുക്ക് കാണാൻ സാധിക്കുക. പക്ഷേ എങ്കിൽ കുറച്ചും കൂടി മുന്നോട്ട് പോകുമ്പോൾ പച്ചപ്പൊക്കെ കാണുമായിരിക്കണം. എന്തായാലും നമുക്ക് കാണാം. ഈ ഹൈവേയിലൂടെ പോകുമ്പോൾ എന്തുട്ട് ഇപ്പോൾ പ്രത്യേകിച്ച് കാണിക്കാനായിട്ട് കുറേ വെറൈറ്റികളായിട്ടുള്ള വണ്ടികളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. പല ടൈപ്പ് ട്രക്കുകളാണ് ഏറ്റവും കൂടുതൽ കാണുക. നമുക്കിന്ന് ഏകദേശം 4 സ്റ്റേറ്റുകൾ കവർ ചെയ്യാനുണ്ട്. അപ്പോൾ എല്ലാം ഒന്ന് ഓടിച്ചിട്ട് കാണിക്കാം കേട്ടോ. പെൻസിൽവാനിയ കടന്ന് ഇപ്പോൾ നമ്മൾ മേരിലാൻഡ് എന്ന് പറയുന്ന സ്റ്റേറ്റിലേക്കാണ് കടന്നേക്കണത്. ഇവിടെ ബാൽറ്റിമോർ എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള ഒരു ടണലിൽ കൂടിയാണ് കേട്ടോ നമ്മൾ പോകുന്നത്. ഞാൻ ഇതിനു മുമ്പൊക്കെ ഈ ഒരു ടണൽ കാണിച്ചേക്കണോണ്ടാണ് ഞാൻ പിന്നെ വിശദമായിട്ടൊക്കെ കാണിക്കാത്തത്. ഈ ഹൈവേയിലൂടെ ഇതൊക്കെ തന്നെയാണ് കേട്ടോ കാണാനുള്ളൂ. പിന്നെ അതേ നോക്കിക്കേണ്ട ഇടയ്ക്കിടയ്ക്ക് ഇതുമാതിരത്തെ കുറേ ഫാക്ടറികളൊക്കെ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പം നമ്മളിതേ വെർജീനിയയിലേക്ക് കടന്നപ്പോഴത്തേനും അത്യാവശ്യം പച്ചപ്പൊക്കെ കണ്ടു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. മരങ്ങളിലൊക്കെ ഫുള്ള് ഇലകളും പിന്നെ അതുപോലെ വെളുത്ത കളറിലുള്ള പൂക്കളും ഒക്കെ കാണാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു ഭാഗത്തേക്ക് വന്നപ്പോൾ നല്ല രസമായിരുന്നു കേട്ടോ കാണാനായിട്ട്. അപ്പോൾ അതേ നോക്കിക്കണ്ടേ, നമ്മൾ ഉച്ച സമയമായിട്ടുണ്ട്, നമുക്ക് ലഞ്ച് കഴിക്കണ്ടേ. വെർജീനിയ തന്നെയാണ് കേട്ടോ നമ്മൾ ഫുഡ് കഴിക്കണം. ഗൈസ്, നമ്മളങ്ങനെ ലഞ്ച് കഴിക്കാൻ വേണ്ടി ഒരു യമൻ റെസ്റ്റോറൻറ്റിൽ നിർത്തിയിരിക്കുകയാണ്. അടുത്ത് അയ്യോ നല്ല കാറ്റുണ്ട്, നല്ല കാറ്റുണ്ട്, നല്ല വെയിലുണ്ട്. ഒരു 2:30 മണിയായിട്ടാണ് ഫുഡ് കഴിക്കാം. നമ്മളിതിന് മുമ്പ് നോർത്ത്
നോർത്ത് കർലീന പോയ സമയത്ത് നമ്മൾ ലഞ്ച് കഴിക്കാനായിട്ട് ഈ സെയിം റെസ്റ്റോറൻറ്റിൽ തന്നെയാണ് കേട്ടോ വന്നേക്കണം. അപ്പോൾ അന്ന് ഫുഡ് കഴിച്ചപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ തോന്നി ഈ വഴി പോയപ്പോൾ എന്നാൽ ഇത്തവണ ലഞ്ച് ഇവിടെ തന്നെ ആവട്ടെ എന്ന്. നമുക്കിനി കയറാം. നല്ല തണുത്ത കാറ്റാണ് കേട്ടോ. അതാണ് വീഡിയോ എടുത്തിട്ടേ സൗണ്ട് ഒന്നും നിങ്ങൾക്ക് ക്ലിയർ ആയില്ല എന്ന് തോന്നണല്ലേ. ഭയങ്കര ഡിസ്റ്റർബായിരുന്നു. അങ്ങനെ നമ്മളതേ റെസ്റ്റോറൻറ്റിൽ കടന്നിട്ടുണ്ട്. ഒരു 2:30 കഴിഞ്ഞുകൊണ്ട് തന്നെ ലഞ്ച് ടൈമൊക്കെ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. എങ്കിലും ഫുഡൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ 2 ടൈപ്പ് മന്തിയാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒന്ന് ചിക്കനും ഒന്ന് മട്ടനുമാണ്. പിന്നെ അതിൻ്റെ കൂടെ 2 ടൈപ്പ് ചട്നി ഉണ്ടായിരുന്നു. ഇതൊരു മുളക് ചമ്മന്തി ആയിരുന്നു. എന്തായാലും ഫുഡൊക്കെ അടിപൊളിയായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. കഴിഞ്ഞ അവിടെ നമ്മൾ വന്ന് ഇഷ്ടപ്പെട്ടത് കൊണ്ടാണല്ലോ നമ്മൾ വീണ്ടും ഇങ്ങോട്ട് തന്നെ വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ ഈ ഒരു ഹൈവേയിലെ റെസ്റ്റോറൻ്റൊക്കെ തപ്പിപ്പിടിക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് പിന്നെ നമ്മൾ ഇങ്ങോട്ട് തന്നെ വന്നിട്ടുണ്ടായിരുന്നത്. നമ്മളങ്ങനെ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞു. അടിപൊളി ഫുഡായിരുന്നു. ഈ ഹോട്ടലിൽ നമുക്കിനി പോകാം. വണ്ടിയിൽ കയറിയതിന് ശേഷം അതേ നോക്കിക്കണ്ടേ നമ്മൾ കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ കഴിക്കാമെന്ന് വിചാരിച്ചു. മാങ്ങ കട്ട് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നല്ല ചൂടാണ്, നല്ല തണുപ്പുമാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു ആശ്വാസത്തിന് വേണ്ടി അങ്ങനെ അതൊക്കെ കഴിച്ചു. നമ്മുടെ യാത്ര വീണ്ടും മുന്നോട്ട് പോവുകയാണ്. സ്റ്റേറ്റുകൾ എന്ന് പറയാനായിട്ട് വെർജീനിയ കുറേ ഉണ്ട് കേട്ടോ ഓടാനായിട്ട്. കുറേ അങ്ങോട്ട് പോയതിന് ശേഷമാണ് ഇനിയിപ്പോൾ നമ്മൾ അടുത്ത സ്റ്റേറ്റിലേക്ക് കിടക്കുള്ളൂ. അപ്പോൾ ഇതേ നോക്കിക്കണ്ടേ നിറച്ച് ക്യാരവാനുകൾ കണ്ടില്ലേ. നമ്മൾ ഈ ഹൈവേയിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനത്തെ കുറേ സ്ഥലങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഇത് ക്യാരവാനുകൾ ഇങ്ങനെ റെൻറ്റിന് കൊടുക്കുന്ന സ്ഥലമാണ്. ഇപ്പോൾ നമ്മൾ ഈ റോട്ടിൽ ഇഷ്ടമാതിരി ഇങ്ങനെ ക്യാരവാനുകൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഇവിടുത്തെ ആളുകളൊക്കെ ട്രിപ്പ് പോകുന്നത് ക്യാരവാനായിട്ടാണെന്നേ. ചിലവർക്ക് സ്വന്തമായിട്ടുണ്ടാവും, ചിലവർ റെൻറ്റിന് എടുക്കും. അങ്ങനെയൊക്കെയാണ് ഇവിടെ ഉള്ളവർ യാത്ര പോണത്. അതാവുമ്പോൾ പിന്നെ റൂമൊന്നും എടുക്കേണ്ട ആവശ്യമില്ലല്ലോ. പിന്നെ ഈ ഒരു ക്യാരവാനൊക്കെ പാർക്ക് ചെയ്യാനുള്ള സ്ഥലങ്ങളൊക്കെ ഇഷ്ടമാതിരി പോണ വഴിക്കൊക്കെ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. നമ്മളിപ്പോൾ അതേ ഒരു റെസ്റ്റ് ഏരിയയിൽ ഇറങ്ങിയൊക്കെയാണ്. ഇപ്പോൾ സമയം 5:30 ആയിട്ടുണ്ട്. ഇനി ഒരു 2 മണിക്കൂറും കൂടി ഉള്ളൂ കേട്ടോ നമ്മുടെ എത്തേണ്ട സ്ഥലത്ത് എത്താനായിട്ട്. എവിടെ സ്ഥലമെന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്ന് താമസിക്കണ സ്ഥലത്തേക്ക്. അപ്പോൾ കുറേ നേരമായല്ല ഫുഡ് അടിയൊക്കെ കഴിഞ്ഞ് ഈ നേരമായില്ലേ. അപ്പോൾ അതാരണം ഒന്ന് റിലാക്സ് ചെയ്യാമെന്ന് വിചാരിച്ച്. അത്യാവശ്യം തിരക്കൊക്കെ ഉള്ളൊരു റെസ്റ്റ് ഏരിയയാണ്. ഇവിടെ മറ്റേ കുറേ പാക്കഡ് ഫുഡ് ഐറ്റംസുകളൊക്കെ വെച്ചേക്കണ്. കൂൾ ഡ്രിങ്ക്സും മറ്റേ ലൈസ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ വെച്ചേക്കണ ഭാഗമാണിത്. വെൻഡിങ് മെഷീൻ. പിന്നെ അവിടെ കുറേ ട്രക്കുകളൊക്കെ ഇട്ടിട്ടുണ്ട്. നല്ല കാറ്റ്. പിന്നെ എന്താ പറയുക, വേറെ പ്രത്യേകിച്ചൊന്നുമില്ല കാണിക്കാനായിട്ട്. ഒരു കാടിൻ്റെ സൈഡിലായിട്ടാണ് കേട്ടോ റെസ്റ്റ് ഏരിയ വരുന്നത്. അതിപ്പോൾ എല്ലാവിടെ അങ്ങനെ തന്നെയാണ്. ഏത് റെസ്റ്റ് ഏരിയ എടുത്ത് നോക്കിയാലും നമുക്ക് ഒരു 90% കാടിൻ്റെ സൈഡിലായിട്ടായിരിക്കും റെസ്റ്റ് ഏരിയ വരുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മുടെ റെസ്റ്റ് ഏരിയയിലെ വിശേഷങ്ങൾ. നമുക്കിവിടെ വേണമെങ്കിൽ വണ്ടിയിലൊക്കെ കിടന്ന് ഉറങ്ങാം കേട്ടോ. നമ്മൾ ലോങ് ട്രിപ്പൊക്കെ പോവുകയാണെങ്കിലേ നമുക്ക് ഉറക്കം വരികയാണെങ്കിൽ ഇവിടെ കൊണ്ടൊന്ന് വണ്ടി ഇടാം. എന്നിട്ട് വണ്ടിയിൽ കിടന്ന് ഉറങ്ങാം. അങ്ങനത്തെ സൗകര്യമൊക്കെ ഉണ്ട്. പിന്നെ ഇപ്പോൾ അങ്ങനെയൊന്നും കുഴപ്പമില്ല. നമ്മൾ എന്തായാലും ചെറുതായിട്ട് ഉറക്കമൊക്കെ വന്നപ്പോഴാണ് റെസ്റ്റ് ഏരിയയിൽ അല്ലെങ്കിൽ നിർത്തണത്. അയ്യോ, പിന്നെയുണ്ട് 2 മണിക്കൂറും കൂടി. അതെ, ഇന്ന് നമുക്കൊരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോകാനുണ്ട്. അതുകൊണ്ടാണ് നമ്മളിന്ന് ഇത്തിരി നേരത്തെ തന്നെ റൂം ബുക്ക് ചെയ്തത്. നേരത്തെ തന്നെ ഉള്ളൊരു സ്ഥലത്ത് ബുക്ക് ചെയ്തത്. അല്ലെങ്കിൽ കുറച്ചും കൂടി അങ്ങോട്ട് പോയിട്ട് ബുക്ക് ചെയ്യുള്ളൂ. നമ്മൾ നോർത്ത് കാരോലിനയിലാണ് കേട്ടോ റൂം ബുക്ക് ചെയ്തേക്കണത്. കഴിഞ്ഞ തവണ നമ്മൾ ഫ്ലോറിഡയിൽ പോയില്ലേ, അത്രയും ദൂരം പോലും നമ്മളിന്ന് പോകണില്ല. കാരണം ഞാൻ പറഞ്ഞല്ലോ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോകാനുണ്ട്. ഇന്നും നാളെയൊക്കെ ആയിട്ട് പോകാനുണ്ട് അവരുടെ വീട്ടിൽ. അതുകൊണ്ടാണ്. ഈ ഒരു ബിൽഡിങ്ങിൻ്റെ അകത്താണ്ടോ ടോയ്ലറ്റും കാര്യങ്ങളൊക്കെ വരുന്നത്. ഞാൻ ഒരുപാട് വീഡിയോകളിലൊക്കെ കാണിച്ചിട്ടുണ്ടെങ്കിലും നമ്മൾ ഈ ഒരു യാത്രാ വീഡിയോയിൽ നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് ഇറങ്ങുമ്പോൾ ഇതൊക്കെ തന്നെയാണല്ലോ കാണിക്കാനുള്ളത്. ഏരിയയുടെ ഉണ്ടല്ലോ ബാക്ക് സൈഡ് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട്. ഞാൻ പറഞ്ഞില്ലേ കാടെന്ന്. ഈ കാടിനോട് ചേർന്ന് തന്നെ കുറേ ചെയറല്ല ടേബിള് ഇങ്ങനെ സെറ്റ് ചെയ്തേക്കണം. നമുക്ക് ഫുഡൊക്കെ കൊണ്ടുവന്നായിരുന്നെങ്കിൽ ഇവിടേക്ക് ഇരുന്ന് കഴിക്കാമായിരുന്നു. നമ്മൾ ഇതിനു മുമ്പ് ഒരുപാട് തവണ കഴിച്ചിട്ടുണ്ട്. ഇത് കണ്ട അവിടെയൊക്കെ ചെയർ ടേബിള് ഒക്കെ ഉണ്ട്. അയ്യോ, അടിപൊളി സ്ഥലം കേട്ടോ. ശരിക്കും പറഞ്ഞാൽ സമയം ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ നടന്നിങ്ങനെ കാണാം. പക്ഷേ നമ്മൾ പിന്നെ വെറുതെ റെസ്റ്റ് ഏരിയയിൽ സമയം കളയണ്ടല്ലോ. നമുക്ക് ആദ്യം തന്നെ റൂമിൽ പോകണം. റൂമിൽ പോയിട്ടാണ് നമ്മൾ ആ ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക് പോവുള്ളൂ. അവിടെ പുല്ല് വെട്ടണ മെഷീൻ
പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഭയങ്കര ഒരു സൗണ്ട് കേൾക്കാൻ പറ്റണം. പറയണ വല്ലതും കേൾക്കണ്ട, ഭയങ്കര ഒച്ച. പിന്നെ റോട്ടിൽ കൂടി വണ്ടി പോണേൻ്റെയൊക്കെ ഒച്ച. അങ്ങനെയൊക്കെ 2 പട്ടിക്കുട്ടികൾ വരുന്നുണ്ട്. നമുക്ക് എന്തായാലും കാണിച്ചു തരാം. വേണ്ട, ഈ റെസ്റ്റ് ഏരിയയിലുണ്ടല്ലോ നമുക്ക് ഗ്രില്ല് ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ ഉണ്ട് കേട്ടോ. അതായത് കണ്ടില്ലേ, നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ കണ്ട പോലെ നമുക്ക് ചിക്കനൊക്കെ മസാലയൊക്കെ തേച്ച് കൊണ്ടുവരാൻ വെച്ചിട്ട് ഗ്രില്ല് ചെയ്യാം. അതിനുള്ള സെറ്റപ്പൊക്കെ ഉണ്ട് ഇവിടെ. കണ്ട, എന്തായാലും അടിപൊളി പ്ലേസാണ്. നല്ല കാറ്റ്. നമ്മളെപ്പോലെ ഈ റോഡ് ട്രിപ്പ് നടത്തുന്നവർക്ക് ഭയങ്കര ഉപകാരപ്രദമുണ്ട് ഈ ഒരു റെസ്റ്റ് ഏരിയ എന്ന് പറയണത്. അമേരിക്കയിൽ ഇങ്ങനെ ഓരോ എന്താ പറയുക, ഒരു മൈൽ കഴിയുമ്പോൾ അടുത്തടുത്തായിട്ട് ഇങ്ങനെ റെസ്റ്റ് ഏരിയാസുകളുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഭയങ്കര ഒരു ഈസിയാണ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ. ഉറക്കം തൂങ്ങിയാലൊക്കെ നമുക്ക് അവിടേക്കൊന്ന് വണ്ടി നിർത്തി നമുക്ക് അങ്ങനെ കുറച്ച് നേരമൊക്കെ ഒന്ന് റെസ്റ്റ് എടുക്കാൻ പറ്റും. അതുകൊണ്ട് അത് ഭയങ്കര ഉപകാരമുണ്ട്. ഞങ്ങളെ സംബന്ധിച്ചിടത്ത് ഭയങ്കര ഉപകാരമാണ്. അപ്പോൾ നമ്മൾ നോർത്ത് കരോലിന എന്ന് പറഞ്ഞ സ്റ്റേറ്റിലേക്ക് കടന്നിട്ടുണ്ട്. നമുക്ക് ഒരുപാട് ദൂരം ഇവിടെ യാത്ര ചെയ്യാനുണ്ടായിരുന്നു. സൂര്യൻ്റെ അസ്തമിച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ 7:30 സൂര്യൻ അസ്തമിക്കുന്നത്. നമ്മുടെ ന്യൂജേഴ്സിയിലൊക്കെ 7 മണി ആയിട്ടുണ്ട്. ഒരു അരമണിക്കൂർ ഡിസ്റ്റൻസിലാണ് ഇവിടെയൊക്കെ സൂര്യൻ അസ്തമിക്കുന്നത്. അപ്പോൾ അതേ ഇവിടെയൊക്കെ വന്നപ്പോഴത്തേനും ഫുള്ള് പച്ചപ്പൊക്കെ ആയിട്ടുണ്ട്. ഇവിടെയൊക്കെ ഏകദേശം വിൻ്ററൊക്കെ കഴിഞ്ഞിട്ടാണ്. ഇവിടെ ഒരു സമ്മർ സീസൺ ഫുള്ള് പച്ചപ്പ്, പൂക്കൾ അതൊക്കെയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. നമ്മൾ ഹൈവേയിൽ നിന്ന് ഇപ്പം നമ്മൾ ഉള്ളിലേക്ക് കടന്നിട്ടുണ്ട്. നമ്മൾ താമസിക്കണ അത് ഒരു വീട് പോലെയാണ് നമ്മൾ ഇന്ന് എടുത്തേക്കണത്. ഒരു Airbnb വഴി ആയിട്ടുള്ളൊരു വീടാണ്. ഞാൻ ലേറ്റായിട്ടാണ് അറിഞ്ഞിട്ടുണ്ടായത്. ഞാൻ ആദ്യം വിചാരിച്ച് ഹോട്ടലിലായിരിക്കുമെന്ന്. പക്ഷേ ഇവിടെ എത്താറായപ്പോഴാണ് അറിയണം നമ്മൾ ഇന്നൊരു വീട്ടിലാണ് താമസിക്കണത്. അപ്പോൾ കുറച്ചൊരു ഉള്ളേരിയയിലായിട്ടാണ് എടുത്തേക്കണത്. ഇതേ കണ്ടില്ലേ, ഇവിടെ നിറച്ച് അടുപ്പിച്ചിട്ടുള്ള കുറേ വീടുകൾ കാണുന്നില്ലേ. അതിൽ റൈറ്റ് സൈഡിലെ റോഡിലേക്ക് കിടക്കുമ്പോഴത്തേനും ഒരു റൗണ്ട് പോലെ കുറേ വീടുകൾ ഇങ്ങനെ ഉണ്ട് കേട്ടോ, അടുപ്പിച്ചായിട്ട്. കണ്ടില്ലേ, നല്ല രസമുണ്ട് കേട്ടോ. ഭയങ്കര ക്യൂട്ടായിട്ടുള്ള കുഞ്ഞു കുഞ്ഞു വീടുകളാണ് നമുക്കിവിടെ കാണാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു കൂട്ടത്തിലുള്ള ഒരു വീടാണ് നമ്മൾ ഇന്ന് താമസിക്കാനായിട്ട് എടുത്തേക്കണത്. ഗൈസ്, നമ്മളങ്ങനെ നോർത്ത് കരോലിനയിൽ നമ്മൾ താമസിക്കുന്ന സ്ഥലത്തെത്തി. കാണാണ്ട ഈ വീട്ടിലാണ് നമ്മൾ ഇന്ന് താമസിക്കുന്നത്. അടിപൊളി വീടല്ലേ, ഒരു കുഞ്ഞു കിളിക്കൂട് പോലത്തെ ഒരു വീട്. ചുറ്റിനും വീടുകളാണ് കേട്ടോ. അത് വേണ്ട, ഇതൊക്കെ ഇനിയിപ്പോൾ നമ്മളെപ്പോലെ Airbnb വഴി താമസിക്കുന്ന ആൾക്കാരാണോ എന്നൊന്നും എനിക്കറിയില്ല. എന്തായാലും നമ്മൾ Airbnb വഴി എടുത്തത്. എന്തായാലും ഞാനിങ്ങനെ ഈ വീടുകൾ മൊത്തം ഇങ്ങനെ കണ്ടപ്പോഴേ ഞാൻ പറയണമായിരുന്നു, ഷോടാ ഈ വീട് മതിയായിരുന്നു. കാരണം നമുക്കറിയില്ലല്ലോ ഏതാണ് വീടെന്ന്. ഫോട്ടോസൊക്കെ ഉണ്ടായിരുന്നു, എന്നാലും കറക്റ്റ് ഓർമ്മ ഉണ്ടായിരുന്നില്ല. ഭാഗ്യത്തിന് ആ വീട് തന്നെ. അപ്പോൾ എന്തായാലും നല്ല രസമുണ്ടല്ലേ കാണാനായിട്ട്. നമുക്കിനി ഇതിൻ്റെ അകത്ത് കയറി നോക്കാം കേട്ടോ, എന്തൊക്കെയാണ് ഇതിൻ്റെ ഉള്ളിൽ അറേഞ്ച്മെൻറ്റ്സ് എന്നൊക്കെ, എത്ര റൂമുണ്ട്, എങ്ങനെയാണ് അതിൻ്റെ അകം നോക്കാം. കണ്ട. അപ്പം ഗെയ്സ്, ഇതാണ് നമ്മുടെ വീട്. ഇനി ഇതിൻ്റെ വീടിൻ്റെ അകമൊക്കെ ഒന്ന് കാണാം. സ്റ്റെപ്പൊക്കെ കയറി പോകണം. ഇതാണ് ലിവിങ് റൂം. വലിയ റൂമുള്ള ലിവിങ് റൂം. അടിപൊളി സെറ്റി, TV. ഇവിടെ എന്താണ് റാസേ? ഇവിടെയാണ് സ്റ്റെയർ വന്നേക്കണം മേളിലേക്ക്. മുകളിലേക്ക് കയറണ. ഇവിടെയാണ് കിച്ചണും ഡൈനിങ് ഹോളൊക്കെ. അടിപൊളിയല്ലേ. ഓപ്പൺ കിച്ചൺ അല്ല അല്ലേ. കിച്ചൺ, ഡൈനിങ് ഹോള്. ഇവിടെ പുറത്തേക്ക് ഒരു വാലുണ്ടെന്ന് തോന്നണം. ഇവിടെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു ബെഡ്റൂം, വലിയ ബെഡ്റൂമുള്ള കൊള്ളാല. ഇവിടെ TV, ടോയ്ലറ്റാണെന്ന് തോന്നണം. ജസ്റ്റ് ഒന്ന് വേണേ നോക്കാം. അല്ല, ഇത് ഡ്രസ്സിങ് റൂമാണ്. ടോയ്ലറ്റ്, ഇതാണ് ടോയ്ലറ്റ്. അടിപൊളിയാണല്ലേ. ഇനി നമുക്ക് മുകളിൽ പോവാം.
എല്ലാവരും മുകളിലേക്ക് പോയാ? ആ, കുത്തനുള്ള സ്റ്റെപ്പ്. അയ്യോ, ഇതാണ് ഫസ്റ്റ് ബെഡ്റൂം. കൊള്ളാലോ, അടിപൊളി. നല്ല വലിയ ബെഡ്റൂമാണ്. എന്താ ഇത്? ഡ്രസ്സിങ് റൂമാണ് തോന്നാം. പിന്നെ ഇത് രണ്ടാമത്തെ റൂം. ഹായ്, അടിപൊളി. എല്ലാം അടിപൊളിയാണ്. ഫാനൊക്കെ നോക്ക്, നല്ല രസമുണ്ട് കാണാൻ. ഇവിടുത്തെ ബാത്റൂം. അപ്പോൾ ഇതൊക്കെയാണ് മക്കളെ നമ്മളിന്ന് താമസിക്കണ വീടിൻ്റെ വിശേഷങ്ങൾ. അടിപൊളി വീടാണ്ടാ. അയ്യോ, ഞാൻ ഇത്രയ്ക്കൊന്നും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. എയർബിഎൻബി വഴി ഒരു വീട് ബുക്ക് ചെയ്തു എന്നൊക്കെ കേട്ട്. പക്ഷേ ഇത് അടിപൊളി വീടല്ലേ, നല്ല ഭംഗിയുണ്ടല്ലേ. 3 ബെഡ്റൂമുള്ളൊരു വീട്. താഴെ ഒരു റൂം, മുകളിൽ 2 റൂം, കിച്ചൺ, എല്ലാ സെറ്റപ്പും ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ കുക്കിങ്ങൊക്കെ ചെയ്യാം. പക്ഷേ നമ്മൾ എന്തായാലും കുക്കിങ്ങൊന്നും ചെയ്യണില്ല. ഇന്നിപ്പോൾ ഡിന്നർ നമ്മളൊരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയിട്ടാണ് കഴിക്കണേ. ഞാൻ പറഞ്ഞില്ല ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോകണമെന്ന്. നമ്മളിന്ന് ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയി ഡിന്നറൊക്കെ കഴിക്കും. വീഡിയോ എടുക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. എന്തായാലും നോക്കാം കേട്ടോ. ഉറപ്പ് പറയാൻ പറ്റില്ല, സിറ്റുവേഷൻ പോലെ. അയ്യോ, ശരിയായി. ശരിയൊന്നുമില്ല കേട്ടോ, കുഴപ്പമൊന്നുമില്ല. അടിപൊളി യാത്രയായിരുന്നു. വലിയ ടയേർഡൊന്നുമില്ല. ഇപ്പം സമയം 8 മണി ആവണുള്ളൂ. നമുക്ക് താഴേക്ക് പോകാം. ഭയങ്കര കുത്തനുള്ള സ്റ്റെപ്പും കാണിച്ചു തരാം. നമുക്ക് കണ്ടോ, പാത്തു പതിവ് പോലെ തന്നെ TV തുടങ്ങിയിട്ടുണ്ട്. TV കാണുകയാണ്. വന്ന് കുറച്ച് നേരം ഒന്ന് ഇരുന്നിട്ട് പോകാമെന്ന് വിചാരിച്ചു. ഗൈസ്, നമ്മളങ്ങനെ ഇറങ്ങിയിട്ടുണ്ട്. 8:45 പിന്നെ ഇപ്പം നമുക്ക് ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോകാമെന്ന് വിചാരിച്ചു. ഇവിടെ അടുത്ത് തന്നെയാണ്. 2 പേരുണ്ട്. അതിലൊന്ന് നമ്മൾ ഇന്നിപ്പോൾ ഡിന്നർ കഴിക്കാൻ വേണ്ടി പോവും. ഒന്ന് നമ്മൾ നാളെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി പോവും. പക്ഷെ അത് ഞാൻ ഇന്ന് ഇടൂല. ഇന്നത്തെ ഡിന്നറും കൂടി കഴിഞ്ഞാൽ ഞാൻ വീഡിയോ അവസാനിപ്പിക്കും. ഡിന്നർ എടുക്കാൻ പറ്റുമോയെന്ന് എനിക്കറിയില്ല കേട്ടോ. വീഡിയോ നോക്കാം എന്തായാലും. ഫുള്ള് ഇരുട്ടാണ്. ഇവിടെയും ഒരു മനുഷ്യൻ ഫ്രണ്ടിൽ ലൈറ്റൊന്നും ഇടൂലെന്ന് തോന്നണം. കണ്ടില്ലേ, എല്ലാ വീടും ഇരുട്ടെത്തിയിരിക്കണം. മെയിനായിട്ടൊരു ലൈറ്റ് ഉണ്ട് ഇവിടെ, ഒരു പോസ്റ്റ്. അതിലെ വെട്ടമാണ്. അല്ലാതെ ഒരു വീടിൻ്റെ ഫ്രണ്ടിലുമില്ല വെട്ടം. നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ മാത്രമേ ഉള്ളൂ വെട്ടം. ഇത് കണ്ടില്ലേ, വേറൊരു വീട്ടിലുമില്ല. അകത്തൊക്കെ ഇട്ടിട്ടുണ്ട് വെട്ടം. എന്താ അല്ലേ, ഓരോ സ്ഥലങ്ങളിൽ ഓരോരോ രീതികൾ. എന്തായാലും അടിപൊളി നല്ല വീടാണ്. അതിൻ്റെ അകമൊക്കെ നല്ല സൗകര്യമുണ്ട്. എനിക്കിഷ്ടപ്പെട്ട്. പക്ഷെ നാളെ രാവിലെ തന്നെ നമ്മൾ ഇവിടുന്ന് ചെക്കൗട്ട് ചെയ്ത് പോകും. കാരണം നാളെ നമുക്ക് ഫ്ലോറിഡ എത്തണ്ടേ. നാളെ കുറേ ഓട്ടമുണ്ട്. കാരണം നാളെ രാവിലെ ഇവിടുന്ന് വിട്ടാൽ നാളെ പാതിരാവും അവിടെ എത്തുമ്പോഴത്തേനും. അതുകൊണ്ട് അധികം നേരം ഈ വീട്ടിൽ സ്പെൻഡ് ചെയ്യാനുള്ള ടൈം കിട്ടില്ല. കുഴപ്പമില്ല, എന്തായാലും നന്നായിട്ടുണ്ട്, അടിപൊളിയായിട്ടുണ്ട്. ഞാൻ ഇത്രയ്ക്ക് അടിപൊളിയായിട്ടുള്ള വീടാണെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. പുറം കാണാനും അകം കാണാനും ഒക്കെ സൗകര്യമുണ്ട്. കണ്ട ഇരുട്ടായി. ഇനിയിപ്പോൾ നാളെ രാവിലെ ഞാൻ വേണമെങ്കിൽ ഇവിടുന്ന് ഇറങ്ങാൻ നേരത്ത് ഒന്നും കൂടി വീടൊക്കെ കാണിച്ചു തരാം അടുത്ത വീഡിയോയിൽ. അപ്പം ഇനി നമുക്ക് പോവാം. നമ്മൾ താമസിച്ച വീട്ടിൽ നിന്ന് ഏകദേശം ഒരു 10 മിനിറ്റ് ഉള്ളൂ കേട്ടോ ഈ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിലേക്ക്. അപ്പോൾ അതേ റോഡ് സൈഡ് തന്നെയാണ്. ഇപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങുമ്പോൾ ഇവിടെ ഒരുപാട് വീടുകളുണ്ട്. ഫുള്ള് ഇങ്ങനെ ഒരു വില്ല പോലെയാണ്. ഇവിടെയാണെങ്കിൽ ഒരു ലൈറ്റ് പോലും ഇല്ല കേട്ടോ. അപ്പം നമുക്ക് ആകെ ഒരു സംശയം ഇത് ഏതാണ് വീടെന്ന്. പക്ഷേ എനിക്ക് ഒറ്റ നോട്ടത്തിൽ പിടികിട്ടിയില്ല. ആ നേരെ കാണാൻ ലൈറ്റ് ഇട്ട വീടില്ലേ, അത് തന്നെയാണ് കേട്ടോ ഫ്രണ്ടിൻ്റെ വീട്. സാധാരണ നമ്മൾ മലയാളികളാണല്ലോ മുമ്പിൽ ഇങ്ങനെ ലൈറ്റൊക്കെ ഇട്ട് നിൽക്കുക. അല്ലാതെ ആളുകൾ ഇവിടെ അങ്ങനെയാണ് കേട്ടോ. ആരും ഫ്രണ്ടിൽ ലൈറ്റൊന്നും ഇട്ട് അങ്ങനെ കാണാറൊന്നുമില്ല. ഇവിടെയൊക്കെ ഓരോ വീടിനും ഓരോ നമ്പർ ഉണ്ട് കേട്ടോ. അപ്പം അങ്ങനെയാണ് നമ്മൾ വീട് കണ്ടുപിടിക്കണത്. അപ്പോൾ ആ ഫ്രണ്ടിൽ തന്നെ ഉണ്ടാവും ആ ഒരു നമ്പർ. അപ്പോൾ ഈ ഒരു ഫ്രണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അധികം നാളൊന്നും ആയിട്ടില്ല കേട്ടോ ഈ ഒരു വാങ്ങിയിട്ട്. ഏകദേശം 1 വർഷം ഒക്കെ ആയിട്ടുള്ളൂ വീട് വാങ്ങിയിട്ട്. അപ്പോൾ എന്തായാലും നമുക്കിനി അകത്ത് കയറാം. വീഡിയോ എടുക്കാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല, എന്തായാലും നോക്കാം.
അപ്പോൾ ഇവർ നാട്ടിൽ ഇവരുടെ വീട് തൃശ്ശൂരാണ്. അപ്പോൾ അതേ നമ്മളകത്ത് കയറിയിട്ടുണ്ട്. നല്ല അടിപൊളി വീടാണ് കേട്ടോ. നമ്മൾ അമേരിക്കയിൽ വന്നിട്ട് ഒരു മലയാളിയുടെ വീട്ടിൽ വരിക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഒരു സന്തോഷമല്ല. അപ്പോൾ ഇവർക്ക് 3 കുട്ടികളാണുള്ളത്. നമ്മളങ്ങനെ കുറേ നേരം വർത്താനമൊക്കെ പറഞ്ഞിരുന്ന് നമുക്കതേ ഡിന്നറൊക്കെ വിളമ്പിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളയപ്പം, അതുപോലെ തന്നെ മുട്ടക്കറി, ചെമ്മീൻ ബിരിയാണി, അച്ചാർ, പപ്പടം, സാലഡ് ഇതൊക്കെയായിരുന്നു ഇവിടുത്തെ സ്പെഷ്യൽ. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി ഇരുന്ന് അങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞിരുന്ന് ഫുഡൊക്കെ കഴിച്ചു. അപ്പോൾ ഇതാണ്ടോ ഫ്രണ്ട്. അപ്പോൾ ആൾ കുറേ നേരമായിട്ട് ഇങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞിരിക്കുകയാണ്. അത് കഴിഞ്ഞതേ ഐസ്ക്രീമൊക്കെ തിന്നു. അത് കഴിഞ്ഞ് നമ്മളെല്ലാവരും കൂടി ഇന്ന് അങ്ങനെ ഫോട്ടോയൊക്കെ എടുത്തു കേട്ടോ. അതിന് ശേഷമാണ് പിന്നെ നമ്മൾ പിരിഞ്ഞിട്ടുണ്ടായിരുന്നത്. സമയം പോയതേ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. നമ്മളങ്ങനെ അവരോട് വിട പറഞ്ഞു. ഇനിയിപ്പോൾ ഇങ്ങോട്ട് വരുമോയെന്ന് പോലും അറിയില്ല കേട്ടോ. അപ്പോൾ നമ്മൾ അമേരിക്കയിൽ ഓരോ വീടുകളിൽ വരുമ്പോൾ അങ്ങനെയാണല്ലോ, ദൂരത്തൊക്കെ ആകുമ്പോൾ പ്രത്യേകിച്ച്. ഇനിയിപ്പോൾ ഈ ഒരു സ്ഥലത്തേക്ക് വരുമോ എന്നൊന്നും അറിയാൻ പാടില്ല. അപ്പോൾ നമുക്കിനി നേരെ പോകാം. അപ്പോൾ ഈ ഗ്ലാസ്സിൽ കണ്ടില്ലേ ഫുള്ള് ഇങ്ങനെ ഓരോരോ മാർക്കുകൾ നമുക്കിങ്ങനെ കാണാൻ സാധിക്കട്ടെ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഓരോരോ പ്രാണികൾ വന്നിട്ട് ഇങ്ങനെ വന്ന് ഇങ്ങനെ അടിച്ച് ഇങ്ങനെ, അത് കാരണം ഗ്ലാസ്സിലൊക്കെ ഇങ്ങനെ നിറച്ച് പാടാണ്. നമ്മൾ വീഡിയോ എടുക്കുമ്പോഴത്തേനും ഫുള്ള് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ പാടുകൾ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ നമ്മൾ ആ വീട്ടിൽ പോയപ്പോഴത്തേനും പാത്തൂന് ഇതേ കുറേ ചോക്ലേറ്റൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു ഒരു ബോക്സിലായിട്ട്. ഈസ്റ്റർ ആയിരുന്നല്ലോ. അപ്പോൾ ഈസ്റ്ററിന് 2 ദിവസം മുമ്പാണ് നമ്മളവിടെ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഹാപ്പി ഈസ്റ്റർ എന്നൊക്കെ പറഞ്ഞാൽ അവർ പാത്തൂന് കൊടുത്താണ് ഈ ഒരു ചോക്ലേറ്റ്. എന്തായാലും പാത്തു ഹാപ്പി ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ടയേർഡായി കിടക്കട്ടെ. മണി 10 മണി കഴിഞ്ഞു. അപ്പോൾ നമുക്കിനി അടുത്ത ദിവസം വിശേഷങ്ങൾ പുതിയ വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ. ഗുഡ് നൈറ്റ്.